ജ്യോതിരാദിത്യ സിന്ധ്യ അതിനെക്കുറിച്ച് വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. അത് ഡിലീറ്റ് കരോ എന്ന് പറയുന്നുണ്ട്. ഇത് ഡിലീറ്റ് കരാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. ഇതിങ്ങനെ കേന്ദ്ര സർക്കാർ ഈ നിലയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്, നിങ്ങളെല്ലാം ഇത് ഇൻസ്റ്റാൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോരെ. അതിന് പകരം പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അതാണ് ഇതിനെ വലിയ ഒരു വാർത്തയാക്കിയത്. നേരത്തെ സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ ജനം അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒരു ആപ്പ് എന്തോ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഡാറ്റയോ മറ്റോ എന്തായിട്ടുള്ള, അപ്പോൾ അതെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു, പലരും ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോഴേ ഈ PF-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കേന്ദ്ര സർക്കാർ ആപ്പുകളുണ്ട്, എല്ലാവരും എടുക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ചില ആപ്പുകൾ നമ്മളെ ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നു എന്നിടത്താണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. അതായത് അതെങ്ങനെയാണ് എല്ലാവരുടെയും, ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ എന്ന് ഏതെങ്കിലും ഒരു ഫിസിക്കൽ വസ്തു പുറത്തുള്ളൊരു സംഗതി എന്നല്ല, നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നതാണ്. എൻ്റെ ഈ ഫോൺ ഞാൻ തന്നെയാണ്, ഹർഷൻ്റെ ഫോൺ ഹർഷൻ തന്നെയാണ്. അതില്ലാതെ പണ്ട് നമ്മൾ എത്ര തവണ എന്തൊക്കെ കാര്യങ്ങൾ മറന്നു പോകുന്നതാണ്. ഇപ്പോൾ ഫോൺ മറന്നു പോകുന്നത് വളരെ അപൂർവമാണ്. കാരണം ഫോൺ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമായി കഴിഞ്ഞു. നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം അതാണ്. അപ്പോൾ ഇത്രമേൽ അതിനകത്തേക്ക് ഒരാൾ, അതും സർക്കാർ, ഇത്രയും മാത്രം വൈവിധ്യമുള്ള ഒരു രാജ്യത്തിൻ്റെ സർക്കാർ ഇടപെടുന്നത്, പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടാകുന്നത് സ്വകാര്യതയെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമാണ്. നമ്മുടെ ഈ അവനവൻ ബോധ്യത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റാണ്, ഒരു സർവേലൻസ് ആണ്. അങ്ങനെ സർവേലൻസ് വിധേയമാക്കാണ് മുഴുവൻ രാജ്യത്തെയും എന്ന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആലോചിച്ചില്ല എന്നത് വളരെ അത്ഭുതപ്പെടുന്നതാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വകാര്യതാ സംരക്ഷണവും, അവർ ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ ജീവിതമുണ്ട് എന്ന മട്ടിലുള്ള അതല്ലാതെ അതിന് പുറത്തൊരു അമിതാധികാര ഇടപെടലായിട്ട് വ്യക്തികൾ പ്രജകളായിട്ട് കണ്ടിട്ട് അവരെ മുഴുവൻ മുകളിലും ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചില സാധനങ്ങൾ ഫിക്സ് ചെയ്യാം എന്ന മറ്റുള്ളൊരു ആലോചനയായിപ്പോയി. അത് ഇപ്പോഴും നമുക്കതിനെ പൂർണ്ണമായിട്ട് എന്തെങ്കിലും ദോഷമുള്ളൊരു ആപ്പാണോ എന്ന് നമുക്ക് അറിയ പോലുമില്ല. പക്ഷേ പ്രീ ഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ അത് കമ്പനികൾക്ക് മുൻകൂർ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ എല്ലാ ഫോണുകൾക്കും ഇതുണ്ടാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരാമെന്ന് സംശയമുള്ളത്. ആ കാര്യം കേന്ദ്ര സർക്കാർ ആലോചിച്ചില്ല എന്നത് അപ്പം തന്നെ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്.